ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. തദ്ദേശ പോരിന് കാഹളം മുഴങ്ങിയതിന് പിന്നാലെ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഇക്കുറി മുന്നണികൾക്ക് ഒരുക്കങ്ങൾക്ക് ഏറെ സമയം ലഭിച്ചു വന്നതാണ് പ്രത്യേകത. പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 9 ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളുടെ കൂട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ല. ഇത്തവണ മറ്റു ജില്ലകളേക്കാൾ കൂടുതൽ ശ്രദ്ധേയമാകാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പായിരിക്കും. തലസ്ഥാന നഗരം പിടിക്കുന്നതിന് ആവനാഴിയിൽ അവശേഷിക്കുന്ന എല്ലാ ആയുധങ്ങളുടെയും മൂർച്ച കൂട്ടുകയാണ് മുന്നണികൾ. കോർപ്പറേഷനിലെ 4 പതിറ്റാണ്ടുകാലത്തെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേരത്തെയുള്ള സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും പ്രചാരണവുമെല്ലാം ഇതിനകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. KS ശബരിനാഥൻ എന്ന യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് UDFന് ഗുണകരമായിട്ടുണ്ട്. ഇത് മറ്റ് രണ്ട് മുന്നണികളെയും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. യുവ നേതാക്കളെയും വനിതകളെയും കൂടുതലായി രംഗത്തിറക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് രണ്ട് മുന്നണികൾക്കും ഒപ്പം പ്രചാരണം കൂടി കൊഴുപ്പിക്കാൻ കോൺഗ്രസിനായാൽ പല വാർഡുകളിലും അട്ടിമറികൾ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്ന വാർഡാണ് കേശവദാസപുരം. നിലവിൽ LDF കൗൺസിലറായിരിക്കുന്ന വാർഡ് തിരികെ പിടിക്കാൻ ശക്തിയായ വനിതാ സ്ഥാനാർത്ഥിയെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. പദവിയുടെ ഉയരം കൊണ്ടല്ല, മണ്ണിനോടുള്ള ബന്ധം കൊണ്ടാണ് ഒരു നേതൃത്വം വിലപ്പെട്ടതാകുന്നതെന്ന് വിശ്വസിക്കുന്ന കേശവദാസപുരം വാർഡിലെ UDF സ്ഥാനാർത്ഥി അനിത അലക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. സമൂഹത്തിന്റെ ഓരോ ആവശ്യവും കേൾക്കുകയും അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതുമാണ് തന്റെ പ്രവർത്തനത്തിന്റെ ആധാരമെന്നാണ് അനിത അലക്സ് പറയുന്നത്. വർഷങ്ങളായി വിവിധ തലങ്ങളിലായി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന അനിതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. സമത്വം, സുതാര്യത, ഉത്തരവാദിത്തം ഈ മൂല്യങ്ങളെ പിന്തുടർന്ന് മികച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള തന്റെ ശ്രമം തുടരുമെന്നാണ് അനിത അലക്സ് പറയുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് വാഗ്ദാനമല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തം എന്ന ബോധ്യത്തോടെ ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ സജ്ജയായ അനിത അലക്സിൽ UDFനും വലിയ പ്രതീക്ഷയാണ്. വർഷങ്ങളായി കേശവദാസപുരം വാർഡ് നേരിടുന്ന വികസന മുരടിപ്പിന് ശാശ്വതമായ അറുതി വരുത്താനും വെറും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ മറക്കുന്ന പഴയ രീതിക്ക് അവസാനം കുറിക്കാനും വേണ്ടിയാണ് തന്റെ തിരഞ്ഞെടുപ്പ് മത്സരമെന്നാണ് അനിത അലക്സ് പറയുന്നത്. ജനങ്ങൾ ആശ്രയിക്കുന്ന അടിസ്ഥാന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലാകും താൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതാണ് ഒരു നഗരത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് നിർണായകമാകുന്നതെന്നും അനിത പറയുന്നു. പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കരുണയില്ലെങ്കിൽ അതിന്റെ ഫലം അപൂർണമാണെന്ന് വിശ്വസിക്കുന്ന അനിതയെ പോലുള്ള ജനപ്രതിനിധികളാണ് ഇത്തവണ കോൺഗ്രസിന്റെ കരുത്ത്. വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരുടെയും ശബ്ദം കേൾക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ കേശവദാസപുരം വാർഡിൽ നിന്നും UDFനായി അനിത ജനവിധി തേടുന്നത്. മുതിർന്നവർ ഒരു സമൂഹത്തിന്റെ അനുഭവ പാരമ്പര്യമാണ്. അവരുടെ ജീവിതം കൂടുതൽ സുഖപ്രദവും സുരക്ഷിതവുമാക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ താൻ ശ്രമിക്കുമെന്നും അനിത അലക്സ് പറയുന്നു. പൊതുവെ നേട്ടങ്ങൾ കണക്കുകളിൽ മാത്രമാകരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അനിത അലക്സിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് പുതിയ ഉത്തരവാദിത്തം കൂടിയാണ്. യുവജനങ്ങൾ ഒരു നഗരത്തിന്റെ ഭാവിയാകുമ്പോൾ അവരുടെ ആശങ്കകളും ലക്ഷ്യങ്ങളും കേൾക്കുന്നത് അത്യന്തം പ്രധാനമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സുരക്ഷിത പരിസരം ഇവയാണ് യുവതലമുറയുടെ അടിസ്ഥാനങ്ങൾ. അവരെ പിന്തുണയ്ക്കാനും അവരുടെ കഴിവുകൾ വളർത്താനും താൻ എപ്പോഴും ശ്രമിക്കുമെന്നും അനിത അലക്സ് പറയുന്നു. വികസനം തെരഞ്ഞെടുപ്പിലെ പ്രചരണ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ കൗൺസിലർ ആയാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള മികച്ച ഒരു കൗൺസിലർ ആയിരിക്കും അനിത അലക്സ് എന്നതിൽ സംശയമില്ല. ഈ ഉറപ്പ് തന്നെയാണ് കേശവദാസപുരം വാർഡിൽ UDFന്റെ പ്രതീക്ഷയും. സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത തിരുവനന്തപുരം, തെരുവ് നായ്കളെ ഭയന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, എങ്ങും പ്രഖ്യാപനങ്ങൾ മാത്രം, നായകൾക്ക് വന്ധ്യകരണവുമില്ല, വാക്സിനേഷനുമില്ല. നമ്മുടെ കുട്ടികളുടെയും വയോജനങ്ങളുടെയും ജീവന് പുല്ലുവില കൽപ്പിക്കുന്നവർക്കെതിരെയാകണം ജനങ്ങൾ വിധി എഴുതേണ്ടതെന്നാണ് അനിത അലക്സ് പറയുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടുന്ന, അതിനെതിരെ പ്രതികരിക്കുന്ന, ദുർഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന അനിത അലക്സിനെ പോലുള്ളവരാണ് മാറി വരുന്ന കേരള സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരേണ്ടത്. നിയമസഭയിലും ലോക്സഭയിലും സാധാരണക്കാരുടെ ശബ്ദമാകാൻ അനിത അലക്സിനെ പോലുള്ളവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലെ ശക്തരായ വനിതകളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസും ടീം UDFും ഇത്തവണ തീരുമാനിച്ചത്. അതേസമയം ഇത്തവണ K മുരളീധരനെയാണ് കോൺഗ്രസ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്.
10-ൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്ന വമ്പൻ കുതിപ്പ് കയറ്റം പ്രതീക്ഷിച്ചാണ് UDF ഇത്തവണ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. തീരദേശ വാർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റവും നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ വാർഡുകളിൽ BJP ശക്തി കേന്ദ്രങ്ങളായതുമാണ് UDFന്റെ ഏക വെല്ലുവിളി. ഇതിൽ ഭൂരിഭാഗവും UDF വാർഡുകളായിരുന്നു. ഇവ തിരിച്ചുപിടിക്കുന്നതിനനുസരിച്ചായിരിക്കും UDFന്റെ ഭരണ സാധ്യതകൾ ഇത്തവണ തെളിയുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.